2009 മോഡൽ നല്ല ഫിനിഷിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ? 2009 മോഡൽ 95,000 കിലോമീറ്റർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പും വന്നിട്ടുള്ളൂ. ഓക്കെ, 4 ടയറും. ഇൻഷുറൻസ് കഴിയാനാക്കണോ? റിന്യൂവിൽ ഏകദേശം ഒരു 50,000 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർ ഇറക്കി കൊണ്ടുപോവാം. ഈ കാർ കേട്ടോ, മാരുതിന്റെ സ്വിഫ്റ്റ് കാർ ഇറക്കി കൊണ്ടുപോവാം. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാട്ടോ. ഇതാ ഡീസൽ വേരിയന്റ് ഉണ്ടായിന്റെ ആയിത്തന്റെ ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോവാൻ നിങ്ങൾക്ക്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം വെള്ളാമ്പുറം എന്ന സ്ഥലത്താണ്. വെള്ളാമ്പുറം വരാനുള്ള മെയിൻ കാരണം എന്താണ്? ഇവിടാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ്സ് വണ്ടി വരുന്ന സ്ഥലം. ഇത് നമ്മളെ സൊഫാനാണ്, MT ഓട്ടോസിന്റെ മലയാളിയാണ്. മലയാളിയല്ലേ? അതെ. നമുക്ക് ബെസ്റ്റ് ഓഫറിന്, അതായത് യൂസ്ഡ് വണ്ടികൾ ബെസ്റ്റ് ഓഫർ നമുക്ക് ചെയ്തു തരുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് മോഡലാണ്? നമ്മൾ ക്രിസ്റ്റ സ്റ്റാർട്ട് ചെയ്യാം. ടൊയോട്ടന്റെ ക്രിസ്റ്റ തുടങ്ങല്ലേ? അത് ലേറ്റസ്റ്റ് മോഡലാന്ന് തോന്നുന്നല്ലേ? ഏതാ മോഡൽ ഇത് വരുന്നത്? 2017 വണ്ടി. 2017 മോഡൽ ക്രിസ്റ്റ വി ഓപ്ഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 85 ലെവല്. അറൌണ്ട് സർവീസ് ഒരു 3,000 കിലോമീറ്റർ ബാക്കിൽ സർവീസും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ സമയത്തിന് അപ്പോളോയുടെ 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതിന്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം കമ്പനി വർക്ക് കാര്യങ്ങളാണല്ലേ? അഡീഷണൽ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ നിങ്ങളെ മെയിൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന മെയിൻ വാഗ്ദാനം എന്താണ്? നമ്മള് മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 100% റിട്ടേൺ എടുക്കും. 100%. മൈന്യൂട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവുന്നല്ലാതെ മേജർ ആയിട്ടുള്ള കാര്യം അപ്രോൺസ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ ലോസ് അല്ലെങ്കിലും അത് നമ്മളെ വണ്ടിയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. 100% റിട്ടേൺ എടുക്കും. വണ്ടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളി വണ്ടിയാണ്. ഏകദേശം KL1 ആണ്. ട്രിവാൻഡ്രം വണ്ടിയല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് മലപ്പുറം അഡ്രസ്സിലാണ് വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് ചോദിക്കുന്നത്? റേറ്റ് നമുക്ക് 17 രൂപയാണ് നമ്മൾ ആസ്കിങ് ചെയ്യണത്. അതായത് 17 ലക്ഷം നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് നെഗോഷ്യബിളും കാര്യങ്ങൾ. അതായത് ഇതിപ്പോ ഏകദേശം എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 15 to 16 ലെവലൊക്കെ 16 ലക്ഷം റുപ്യ, 5.5 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 1.5 ലക്ഷം റുപ്യ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇറക്കിക്കൊണ്ടാവും അല്ലേ? പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ? നമ്മളെ വരുന്ന ഫസ്റ്റ് വരുന്ന ഒരു 3 പേർക്ക് എടുക്കുന്ന ഏത് വണ്ടി ക്രിസ്റ്റ ആണെങ്കിലും ഫുൾ ടാങ്ക് എണ്ണ ഞാൻ എൻ്റെ ഒരു വക ഞാൻ കൊടുക്കും. ഇനി ക്രിസ്റ്റ ആണെങ്കിലും കുഴപ്പമില്ല, അൾട്ടോണ്ണൂർ ആണെങ്കിലും ഫുൾ ടാങ്ക് എണ്ണ ഞാൻ കൊടുക്കും. അപ്പോൾ നെക്സ്റ്റ് മോഡൽ വരുന്നത് മാരുതിന്റെ ബ്രീസ എന്ന മോഡലാണ്. വൈറ്റ് കളർ. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ കളർ തന്നെയല്ലേ? ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പോണ ഒരു കളർ ആൾക്കാർ ചൂസ് ചെയ്യുന്ന വൈറ്റ് തന്നെ ആയിരിക്കും. വൈറ്റ് ആണ്. പിന്നെ ഉള്ളത് റെഡ് ആണ്. ബ്രീസയില് ഇത് 17 വണ്ടി. 2017 പുതിയ പുതിയ മോഡലാണല്ലോ. കുറഞ്ഞ മോഡലൊക്കെ ഉണ്ടാവില്ല. സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി ബാക്കിലുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഇത് 1 lakh അറൌണ്ട് ഓടിയിട്ടുണ്ട്. 1 lakh അറൌണ്ട്. ഏതാ മോഡൽ? ഇത് 17 ടോപ്പ് ആൻഡ് ZA പ്ലസ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ സംഭവിച്ചില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ നിലവിൽ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും നിലവിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ. ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് പാർട്ടി ഗ്ലാസ് ആദ്യം ഓടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പെട്രോളോ ഡീസൽ വേരിയന്റ് ആണ്. 20 above മൈലേജും കിട്ടും. 20 above മൈലേജും കിട്ടും. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. ഇത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും ചെയ്യും. ഏകദേശം എത്ര ലോൺ കിട്ടും ഇതിന്? നമുക്കൊരു 7 ലക്ഷം 6 ലക്ഷം വരെ ലോൺ അറിയാം. 7 ലക്ഷം 6 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ബാങ്ക് എന്നല്ലേ വരുന്നത്? ബാങ്ക് ലോൺ. ഓക്കെ. സെറ്റ് ലോൺ കാര്യങ്ങളൊന്നും സെറ്റ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. സെറ്റ് ബാങ്ക് കിട്ടില്ല ഇതിന്. അത്യാവശ്യം ചെറിയ ഇതില് ഡൗൺ. അപ്പൊ ഇനി നെക്സ്റ്റ് മോഡൽ വരുന്നത് തന്നെ മാരുതി തന്നെ സ്വിഫ്റ്റ് ആണ് വരുന്നത്. 56 രജിസ്ട്രേഷൻ എവിടെയായിരുന്നു? കൊയിലാണ്ട് രജിസ്ട്രേഷൻ. കോഴിക്കോട് രജിസ്ട്രേഷൻ. കോഴിക്കോട്. ഓക്കെ. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഇത് 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 14 വണ്ടി. ഷിഫ്റ്റ് VXI പെട്രോൾ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. അലോയ്സ് ഉണ്ട്. എക്സ്ട്രാ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഫുള്ളല്ലേ? ഓക്കെ. അലോയ്സ് ഉണ്ട്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് നിലവില് ഈ മാസം തീരും. അത് പുതിയത് നമുക്ക് കിട്ടും. അതായത് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഒക്കെ സെറ്റ് ആക്കിയിട്ട് കൊടുക്കും. പേപ്പേഴ്സ് വർക്ക് ഒന്നും വിഷയമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ വണ്ടി ഒന്നുമില്ല. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഉഷാറായിട്ട് പോയിട്ടുണ്ട്. കമ്പനി സീറ്റ് ആണ്. അഡീഷൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഇത് എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,10,000 രൂപയാണ്. 4,10,000. മറ്റേ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്ത് കൊടുക്കും. ഏകദേശം എത്ര രൂപ വരെ ലോൺ കിട്ടും?
3:30 അതായത് ഒരു 50,000 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർ ഇറക്കി കൊണ്ടുപോവാം. ഈ കാർ കേട്ടോ മാരുതിന്റെ സ്വിഫ്റ്റ് കാർ ഇറക്കി കൊണ്ടുപോവാം. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് തന്നെ ഹുണ്ടായിന്റെ i20 അല്ലേ? i20 വരുന്ന റെഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അല്ലേ? ക്ലീൻ വണ്ടി അല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്. മറ്റേ മാഗ്ന പ്ലസ് ആണ്, ഡീസൽ വേരിയന്റ് ആണ്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഒരു 50-80% ഉണ്ട്. ഓക്കെ, ഒരു 80% കാര്യങ്ങളുണ്ട്. വണ്ടി ഉള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ചോദിക്കുന്നത്? നമ്മളിവിടെ ചോദിക്കുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷം. ഇത് ഡീസൽ വേരിയന്റ് അല്ലേ? ഡീസൽ വേരിയന്റ്. ഏകദേശം എത്ര മൈലേജ് ഡീസൽ വേരിയന്റ്? നമുക്ക് ഏകദേശം 20 എന്തായാലും കിട്ടും. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. നമുക്ക് കിട്ടാറില്ല. ഓക്കെ ഓക്കെ, ഡീസൽ വണ്ടി നിന്നല്ലോ. ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ ലാസ്റ്റ് എങ്ങനെയാണ് നെഗോഷ്യബിൾ കഴിഞ്ഞ നമുക്കൊരു 480. 5 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. 480 നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നാണ് പറയുന്നത്. ഫുൾ ടാങ്ക് എണ്ണ ഫ്രീ ആയിട്ട് തരുന്ന പറയുന്നത്. നമുക്ക് ഇതിപ്പോ ലോണ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര രൂപ? 4 ലക്ഷത്തിന്റെ മേലെ നമുക്ക് ലോൺ. 4 ലക്ഷത്തിന്റെ മുകളില്, അതായത് ഏകദേശം 4 ലക്ഷത്തിന്റെ മുകളിൽ എന്ന് പറയുമ്പോ 4 പ്രതീക്ഷിക്കാം. എന്നാലും 80,000 രൂപ വന്നു കഴിഞ്ഞാല് ഡീസൽ വേരിയന്റ് ഹുണ്ടായിന്റെ i20 ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ കേക്ക്. അപ്പൊ നെക്സ്റ്റ് വേരിയന്റ് വരുന്നത് ഏതാണ്? എത്തിയോസിന്റെ ലീവാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 13 മോഡൽ 14 രജിസ്റ്റർ അല്ല, അതായത് 13 മോഡൽ 14 രജിസ്ട്രേഷൻ കേരള വണ്ടി. പെട്രോൾ വേരിയന്റ് ആണ്, ജി ഓപ്ഷൻ ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും. എത്ര കിലോമീറ്റർ ഓടി? അറൗണ്ട് 120 ഓടിയിട്ടുണ്ട്. 120 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് അല്ലേ? വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ആണ് വരുന്നത്. ഏകദേശം എത്ര റേറ്റ് ചോദിക്കുന്നത്? നമുക്കിവിടെ ഫൈനലായിട്ട് 3,40,000 രൂപക്ക് ഫൈനലാണ്. നെഗോഷ്യബിൾ ഉണ്ടോ? ചെറുതായിട്ട് ഡീസൽ പൈസയും കുറച്ചെടുക്കും. ഇത് ലോണ് കാര്യങ്ങളൊക്കെ 3 ലക്ഷം നമുക്ക് ചെയ്യാനും കഴിയും. ഏത് ബാങ്ക് ആണോ? ബാങ്ക്. ഇത് ഡീസൽ പെട്രോൾ വേരിയന്റ് അല്ലേ? ഓക്കെ ഓക്കെ. അതായത് 3 ലക്ഷം റുപ്യ ലോണ് കിട്ടും. 40,000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോവാം. അതായത് ഫുൾ ടാങ്ക് ആയിട്ട് 40,000 റുപ്യക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോവാം. ഇനിയിപ്പോ നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ മാരുതിന്റെ വാഗ്നർ ആണ്. വാഗ്നർ ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 14 വണ്ടി, 2014 വണ്ടി, LXI വേരിയന്റ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഇത് 82 ആ ലെവലാണ്. 82,000. എത്രാമത്തെ ഓണർഷിപ്പ് ആണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നും അല്ലല്ലോ, മാനുവൽ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പെർസെന്റ് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ആണല്ലേ? ആ ഒരു ലെവലിലാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ പക്കാണ്, പക്ക കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എത്ര റേറ്റ് ചോദിക്കുന്നത്? 3,10,000. അപ്പൊ നമ്മളെ നെഗോഷ്യബിൾ റേറ്റ് കഴിഞ്ഞിട്ട് കുറക്കി ഒരു 3 ലെവൽ നമുക്ക് ചെയ്ത് കൊടുക്കും. അതായത് നമുക്കിതിപ്പോ ഏകദേശം എത്ര ലോണ് കിട്ടും? അത് ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഏകദേശം 2.5 നമുക്ക് പ്രതീക്ഷിക്കാം. 2.5 ഓക്കെ ഓക്കെ. ഏകദേശം 75,000 രൂപ ഉണ്ടെങ്കിൽ 2014 82,000 കിലോമീറ്റർ അല്ലേ? 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോവാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാനുള്ളത് ബാക്കിലാണുള്ളത്. ബാക്കിൽ ഒരുപാട് വേരിയന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു സെന്ററിൽ കൂടിയാണ് പോയാലും നപ്പൂരി. അപ്പൊ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് മാരുതിന്റെ തന്നെ റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? 15 മോഡൽ, 2005 മോഡൽ, 16 രജിസ്റ്റർ, 2005 മോഡൽ, 2016 രജിസ്ട്രേഷൻ, പെട്രോൾ വേരിയന്റ്, VXI വേരിയന്റ് ആണ്. ഓക്കെ, ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 50,000 കിലോമീറ്റർ ഓടി. കുറവല്ലേ? ഓട്ടം കുറവല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. എങ്ങനെയാണ്? വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഇനി ഒരു വണ്ടിക്കും ചോദിക്കണ്ട. അപ്പൊ ഇനി ഒരു വണ്ടിക്ക് ഞാൻ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. റീപ്ലേസ് കാര്യങ്ങളുള്ള വണ്ടി വന്ന് എടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ അതുവരെ ഞാൻ ചോദിക്കില്ല. ഇനിയിപ്പോ എന്താ ചോദിക്കാതെ നിങ്ങൾ ആരും പറയാൻ നിൽക്കണ്ട. ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ ഏകദേശം 80 എബോ ഇതിൽ വരുന്നുണ്ട്.
ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? 4,10,000 വേണം. 4,10,000. നിങ്ങൾ കുറച്ചിട്ട് പറഞ്ഞാളി മട്ടം പോലെ ചെയ്തു തരുന്ന പറഞ്ഞല്ലേ. ഓക്കെ, ഇത് ഏകദേശം എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 3,40 ലോൺ കിട്ടും. പിന്നെ ഇതൊക്കെ സേട്ട് ലോൺ അല്ല, ബാങ്ക് ലോണാണ് വരുന്നത്. നമ്മൾ വിശ്വാസത്തോടു കൂടി എടുക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് മോഡൽ വരുന്നത് എത്തിയോസ് 2012 കേരള വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1 lakh എബോവ് കയറിക്കണം. 1 lakh എബോവ് ടയോട്ടയുടെ വണ്ടിയാണ്. 4 lakh ആയാലും കുഴപ്പമില്ല, 5 lakh ആയാലും കുഴപ്പമില്ല. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. റീപ്ലേസ് കാര്യങ്ങൾ പറയണ്ട. ഇത്തിരി ടച്ചിങ് കയറിയിട്ടുണ്ട്, ഒരു പെയിന്റിംഗ് ഇത്തിരി കയറിയിട്ടുണ്ട്. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ബമ്പർ കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് വണ്ടി പഠിച്ചതായിരിക്കും അല്ലേ? മറ്റേ റീപ്ലേസ് ഇല്ല. നമുക്കിത് 3.5 ലക്ഷത്തിന് കൊടുക്കാൻ കഴിയും. കേരള വണ്ടി, അതായത് 2012 മോഡൽ വണ്ടി, കേരള വണ്ടി. 3.5 ലക്ഷം ലക്ഷത്തിന് നമുക്ക് കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ്, സെക്കൻഡോ തേർഡോ ആ ലെവലാണ്. ഇന്ത്യൻ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഫിനിഷിംഗ് മോശമില്ല, തെറ്റില്ലാത്തൊരു മോഡലാണ് വരുന്നത്. പിന്നെ ടയറ് കാര്യങ്ങളൊക്കെ 80 എബോ ആ ഒരു ലെവലിലാണ്. ടയോട്ടയുടെ വെഹിക്കിളാണ്. ഇത് ഏകദേശം എത്ര ലോൺ കിട്ടും? ലോൺ 3 ലക്ഷത്തിന് മേലെ നമുക്ക് 3 ലക്ഷത്തിന്റെ മുകളിൽ ലോണും കാര്യങ്ങളും കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് i20 അല്ലേ? i20 ഹുണ്ടായിന്റെ i20 ആണ് വരുന്നത്. വൈറ്റ് കളറിനോട് പ്രത്യേക ഒരു ഇതാണ്, മുഖത്താണ്. ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ റെഡാണ് എൻക്വയറി വരുന്നത് അല്ലേ? പക്ഷെ വൈറ്റിനും അതേമാതിരി തന്നെ മാർക്കറ്റ് ഉണ്ട്. ഇത് ഏതാ മോഡൽ വരുന്നത്? 18 വണ്ടി, 2018 ഓപ്ഷൻ വണ്ടി. അതായത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന്റെ മോഡൽ ഓപ്ഷൻ. പെട്രോൾ വേണ്ടത് പെട്രോൾ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 84 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല ഓട്ടാലോ ഓടിയത്. അത് കമ്മിയാണ്. അതെ, പിന്നെ റീപ്ലേസ് ഇല്ല. ഏകദേശം ഫുൾ ലോൺ നമുക്ക് ഈ വണ്ടിക്ക് കൊടുക്കാനും കഴിയും. ഫുൾ ലോൺ 5 പൈസ വേണ്ട. i20 വണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു ടോക്കൺ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ഫുൾ ലോണിൽ വണ്ടി ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. അത്യാവശ്യം പാർട്ടി ട്രാക്ക് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ഈ വണ്ടിക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ? അടിപൊളി. എത്ര റേറ്റ് വെക്കുന്നത്? 6.5 ലക്ഷം. 6.5 ലക്ഷം. അതെ, നെഗോഷ്യബിൾ ആയിട്ട് 6ന്റെ മേലെ ലോണും ചെയ്ത് കൊടുക്കും. 6ന്റെ മുകളിൽ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അടിപൊളി വണ്ടിയാണ്. ഇന്ത്യൻ വർക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള വണ്ടി ഹുണ്ടായിന്റെ തന്നെ i20 ഇപ്പൊ ഏകദേശം 3ാമത്തല്ലേ നമ്മൾ കാണാൻ പോണത്. i20 ഷിഫ്റ്റിലായിട്ട് ഇപ്പൊ മൂവിംഗ് ഉള്ള ഒരു വണ്ടി. അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടല്ലോ. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ട്, എൻജിൻ ക്വാളിറ്റി, നല്ല കംഫർട്ട്. ഇത് 2016 വണ്ടി. i20 മാഗ്ന പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. ഏകദേശം സർവീസ് എല്ലാം പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളാണ്. പെട്രോൾ വേരിയന്റ് എങ്ങനെയാണ് ചോദിക്കുന്നത്? നമുക്ക് 480 ചോദിക്കണ്ടേ. 480 വരെ ചോദിക്കുന്നുള്ളൂ. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറയും കിട്ടും. കുറച്ച് കൊടുക്കില്ലേ? ഏകദേശം എത്ര ലോൺ കൊടുക്കും? ലോണ് 4 ലക്ഷത്തിന് മേലെ. 4 ലക്ഷത്തിന്റെ മുകളിൽ 4.5 മുകളിൽ ചെയ്ത, അതായത് ഏകദേശം ഒരു 50,000 റുപ്യ ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇനിയിപ്പോ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം തെറ്റില്ലാത്ത രീതിയിലുണ്ട്. ടയർ അത്യാവശ്യം ഉണ്ടല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹുണ്ടായിന്റെ തന്നെ വണ്ടിയാണ് വരുന്നത്. ഇത് 2012 1.6 വരുന്ന ഡീസൽ വേരിയന്റ് ആണ്. 20 അബോവ് മൈലേജ് നമുക്ക് വണ്ടി ലഭിക്കുന്നതാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി സംഭവിച്ചിട്ടില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയത് തന്നെ? 120 ഓടിക്കുന്നതല്ലേ? അപ്പോൾ ഏകദേശം എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ വരുന്നത്? നമ്മൾ ചോദിക്കണം 3,60,000 രൂപ നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 380 ആസ്കിങ് ചെയ്യണം. 360 ഫൈനൽ ആയിട്ട് കൊടുക്കും. അതായത് 3 ലക്ഷത്തിന്റെ മുകളിൽ ലോണും കാര്യങ്ങളും കിട്ടും അല്ലേ? ഓക്കെ, അടിപൊളി കണ്ടീഷൻ വണ്ടിയാണ് തോന്നുന്നത്. ഏകദേശം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഗതി ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നോക്കാനുള്ളത് കിഡിന്റെ ടെസ്റ്റർ മോഡലാണ് വരുന്നത്. ഇതെങ്ങനെയാണ്? 13 മോഡൽ 85 എഞ്ചിൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. എല്ലാ മേജർ സർവീസും എല്ലാം കഴിഞ്ഞതാണ്. 4 പുത്തൻ ടയറുള്ള വണ്ടിയാണ്. അതേപോലെ ഇൻഷുറൻസ് പുതിയത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് തന്നെയാണ്. പിന്നെ അപകട കാര്യങ്ങളൊന്നും വണ്ടി സംഭവിച്ചിട്ടില്ല. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയതാണ്? 1,02,000 കിലോമീറ്റർ എല്ലാം കഴിഞ്ഞതാണ്. കാര്യങ്ങളൊക്കെ 100% തന്നെ വരുന്നുണ്ട്. ഏകദേശം എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നമുക്ക് 4,40,000 രൂപ. 4,40,000 നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് മാന്യമായ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് സൊഫാൻ പറയുന്നത്. സൊഫാൻ എന്താണ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചോണ്ടി, ഞാൻ വിളിപ്പിക്കേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഏതാണ്? ഷിഫ്റ്റ്.
സ്വിഫ്റ്റ് ഇപ്പൊ ഏകദേശം രണ്ടാമത്തെ മോഡലല്ലേ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? 17 വണ്ടിയാണ്, 2017 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 1 lakh ഓടിയിട്ടുണ്ട്. ഡീസൽ വേരിയന്റ് ആണ്. ഓക്കെ. എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 5:30 ചോദിക്കാനുള്ള മെയിൻ കാരണം ഉണ്ട് കേട്ടോ. ഒരു സ്റ്റിക്കർ ഇതിന്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതാ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞത്? 1 lakh ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം തെറ്റില്ലാത്ത രീതിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാരുതി തന്നെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഇത് ഏതാ മോഡൽ വരുന്നത്? 2009 മോഡൽ. നല്ല ഫിനിഷിങ് കാര്യങ്ങളും വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ? 2009 മോഡൽ 95,000 കിലോമീറ്റർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പും വന്നിട്ടുള്ളൂ. ഓക്കെ, 4 ടയറും. ഇൻഷുറൻസ് കഴിയാനായിക്കണോ? റിന്യൂവൽ ഏകദേശം 2024 വരാം. ആ ലെവലിലായിരിക്കും വരാം. അപ്പോൾ ഇന്ത്യൻ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏവറേജ് ചിലപ്പോൾ തുറന്ന ഭേദം വന്ന് അങ്ങനെ ആക്സിഡന്റ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലേ? ഏകദേശം എത്ര റേറ്റ് വരുന്നത്? നമുക്ക് 2.4 2.4. ലാസ്റ്റ് 2.10. ലോണ് കാര്യങ്ങൾ എന്താ കിട്ടും? അതായത് സേട്ടു അത് 9 വണ്ടി ആയതുകൊണ്ട് ലോക്കൽ ലോൺ. അതായത് ഏകദേശം ഈ സൈറ്റ് ലോണിലാണെങ്കിൽ ഏകദേശം എത്ര എമൗണ്ട് കിട്ടും? 1.5. ഈ 1 to 1.5. അതിൽ ഏകദേശം എത്ര ഇൻട്രസ്റ്റ് വരും? എന്തായാലും ഒരു 10% ലെവലിൽ. ഞാൻ ഒരു അഭിപ്രായം ചെയ്യട്ടോ, ഓപ്പൺ ആയിട്ട് ചോദിക്കാം. സൈറ്റ് ലോണ് ചെയ്യുന്നതാണ് നല്ലതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഒരു ബിസിനസ് ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ സൈറ്റ് ലോൺ ചെയ്യാം. കാരണം ഇന്നിട്ടിട്ട് നമുക്ക് നാളെ ക്ലോസ് ചെയ്യണമെങ്കിൽ നാളെ കൊണ്ടേ ക്ലോസ് ചെയ്യാം. ബാങ്ക് ലോൺ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസിങ് നടക്കുള്ളൂ. അല്ല, ചൊറകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ വിഷയമൊന്നുമില്ല. കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, വേറെ വിഷയമൊന്നുമില്ല. അതെല്ലാം ചൊറ, അതാണ് വിഷയമുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റത്തെ വണ്ടി നോക്കാൻ പോകുന്നത് മാരുതിന്റെ തന്നെ വാഗ്നറാണ്. വാഗ്നർ KL 13 വരുന്നത്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2009 വേരിയന്റ്, വേരിയന്റ് ആണ്. റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ പറഞ്ഞ മാതിരി 98,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഏതാ അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 2009 മോഡൽ എത്ര ചോദിക്കുന്നത്? നമുക്കത് ഒരു 1.40 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1.40. 2009 മോഡൽ 1.40 ലാസ്റ്റ് ആണോ? ഏകദേശം എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? ചെറുതായിട്ട്. എന്നാൽ 2009 മോഡൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് 1.30, 1.40 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ചില വണ്ടികൾ കൂടും, ചില വണ്ടികൾ കുറയും. വേറെ റീപ്ലേസ് കാര്യങ്ങൾ പറഞ്ഞ മാതിരി ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ വിഷയങ്ങൾ ഗ്ലാസ് മാറിയിട്ടില്ല. അതൊക്കെ മൈന്യൂട്ട് അന്ന് വല്ല സ്ക്രാച്ച് വന്നപ്പോൾ പാർട്ടി അന്ന് റീപ്ലേസ് ചെയ്യണം. വെറുതെ ആവശ്യമില്ലാതെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഷോറൂം വരുന്നത് മലപ്പുറം ജില്ലയിൽ വെള്ളാമ്പ്രം എന്ന സ്ഥലത്താണ്. വെള്ളാമ്പ്രത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മലപ്പുറം ജില്ലത്തെ ഏറ്റവും കൂടുതൽ സെക്കൻഡ്സ് വണ്ടി സെയിൽ ചെയ്യുന്നതാണ് വെള്ളാമ്പ്രം, അതുപോലെ തന്നെ മൊറയൂർ ഭാഗത്ത്. അപ്പോൾ അവിടെ എം ടി ഓട്ടോസ് ആണ്. MT ഓട്ടോസിന് വന്ന് സൊഫാന കണ്ടാൽ മതി. ഈ വണ്ടികൾ ഇപ്പൊ ഒന്നിപ്പോ വീഡിയോ ഇറങ്ങിയാൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടുമല്ലേ? പിന്നെ 10 ദിവസം 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ പുതിയ അപ്ഡേഷൻ കാര്യങ്ങൾ. ഇപ്പൊ ഇനി മുതൽ നമ്മളെ ചാനലിൽ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കും. യൂസ്ഡ് കാറിന്റെ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. പുതിയ അപ്ഡേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം നേരെ കോൺടാക്ട് ചെയ്തോളി. നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് ഇവർ ചെയ്തു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നൊരു വണ്ടി ഉണ്ടാവും. ഇന്നോവ ആണെങ്കിൽ ഇന്നോവ, സ്വിഫ്റ്റ് ആണെങ്കിൽ i20. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. ആ ചോയ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഏത് വണ്ടിയാണ് അതിവിടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ബൈ പറഞ്ഞാലോ? എന്നാൽ പറയ് ബൈ.